വിഷ്ണു, ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ വിഷ്ണു. രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഹണി ഭാസ്കരൻ പ്രതികരിച്ചത്. അവർ മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്തു അവർക്കുണ്ടായ ദുരനുഭവം. അത് ആ നിമിഷം തന്നെ ബ്ലോക്ക് ചെയ്ത് പിന്നീട് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നാണ് അവരുടെ മറുപടി വന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുക്കേണ്ടത് റിനിയുടെ പ്രതികരണം തന്നെയാണ്. റിനി പേര് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ തനിക്ക് നേരിട്ട ദുരനുഭവം, ഇയാൾ എത്രത്തോളം വേട്ടക്കാര സ്വഭാവമുള്ള ആളാണ് എന്ന് റിനി ആവർത്തിച്ച് പറയുന്നു. ഒരു വ്യക്തിപരമായ പ്രശ്നമായി ചിത്രീകരിക്കപ്പെടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഇയാളെപ്പോലെ ഒരാൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു അതിനെയാണ് താൻ ചോദ്യം ചെയ്തത്. അതല്ലാതെ തനിക്ക് നേരിട്ട ഒരു മോശം അനുഭവം എന്നല്ല. ഒരുപാട് പേർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് താൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം തന്റെ മൊബൈൽ ഫോണിലേക്കൊക്കെ വിളിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പലർക്കും പുറത്തേക്ക് വരാൻ അവരുടെ വീട്ടുകാരോട് പോലും പറയാൻ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അത്തരം പരാതികൾ ഉയർന്നു വരാതിരിക്കുന്നത്. പക്ഷേ താൻ പ്രതീക്ഷിക്കുന്നത് രാഹുലിനെതിരെ കൂടുതൽ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരാതികൾ വരുമെന്നാണ്. നിലവിൽ റിനിയുടെ ഒരു പരാതിയുടെ സ്വഭാവം അനുസരിച്ച് BNS 79 പ്രകാരം പരാതി നൽകാനും കേസുമായി മുന്നോട്ടൊക്കെ പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. പക്ഷേ അതിനൊന്നും താൻ തയ്യാറാകുന്നില്ല. തനിക്ക് അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രസ്ഥാനത്തോടൊരു സ്നേഹമുണ്ട്, അവിടുത്തെ നേതാക്കളോട് സ്നേഹവും ബഹുമാനമുണ്ട്. അവർ തന്നെ ഇടപെട്ട് ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. സൈബർ ആക്രമണം നടത്തി തന്റെ വായടപ്പിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. നീതി ഉണ്ടാകുന്നതുവരെ ഈ പോരാട്ടം തുടരും എന്നാണ് റിനി ആൻ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ എന്തിനു പറയുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും റിനിക്കെതിരെ ഉയരുന്ന ആക്ഷേപം. ഒപ്പം തെരഞ്ഞെടുത്ത അടുത്ത ഘട്ടത്തിൽ മറ്റ് മന്ത്രിമാരോടൊപ്പം, ഇടതുപക്ഷ മന്ത്രിമാരോടൊപ്പം റിനി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ആരോപണം എന്നൊക്കെ മറു ഹാൻഡുകളിൽ നിന്ന് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം റിനി തള്ളുകയാണ്. ഇത് അത്തരത്തിലൊരു ആരോപണമല്ല, ഇത് രാഷ്ട്രീയ ആരോപണമേ അല്ല. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനം നൽകരുത്. ചർച്ചകൾ കൊണ്ടുപോകേണ്ടത് സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ടാണെന്ന് റിനി പറയുന്നുണ്ട്. നടപടി ഉണ്ടായ ശേഷം റിനിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരുമെന്നും നമ്മൾ കരുതുന്നു. അനുജ, അതാണ് കൂടുതൽ പരാതികൾ, ആരോപണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ ഘട്ടത്തിലാണ് ഇനിയിപ്പോൾ എന്ത് നിലപാടിലേക്ക് പോകും. സംസ്ഥാന നേതൃത്വത്തിന് കർക്കശമായ നിലപാട് ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങണം എന്നുള്ളത്. രാജിവെക്കും, ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അത് സംഭവിക്കും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.